ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വ്യാഴാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു കേട്ടോ FB-ല്. പക്ഷെ അതെനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഇത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. പാകിസ്ഥാനില് 18 മാസം പ്രായമായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ 17 വയസ്സുള്ള ഒരു തെണ്ടി പീഡിപ്പിച്ചു. ഇതാണ് ന്യൂസ്. അപ്പൊ പലരും ആ ന്യൂസിന്റെ താഴത്ത് വന്ന് കമന്റ് ഇട്ടു, അമ്മ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു, കൊച്ചിനെ നോക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ശരിയാണ്, അമ്മക്ക് നോക്കായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ആ ന്യൂസ് വന്നു കേട്ടോ. അപ്പൊ ആ വ്യാഴാഴ്ച വന്നപ്പോ 17 വയസ്സുകാരെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഇതാണ് സംഭവം. പാകിസ്ഥാനില് 18 മാസം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞ്. അപ്പൊ അമ്മയുടെ കസിനാണ് ഈ 17 വയസ്സുകാരൻ ചെറുക്കൻ. ഇവൻ ഇടക്കിടക്ക് വീട്ടിൽ വരാറുണ്ട്, കുട്ടീനെ കളിപ്പിക്കാറൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവൻ മിഠായി വാങ്ങിച്ചു കൊടുക്കാന്നും പറഞ്ഞ് കുട്ടീനെ പുറത്തോട്ടുണ്ട്. ഇവന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ദെൻ ഇവര് പീഡിപ്പിച്ചിട്ട് കുട്ടീനെ അമ്മയുടെ മുത്തശ്ശിയുടെ അടുത്തോ അമ്മയുടെ അനിയത്തിയുടെ അടുത്തോ എങ്ങാണ്ടും കൊണ്ടു കൊടുത്തിട്ട് ഇവന്മാര് പോയി. കുട്ടി ഭയങ്കരമായിട്ട് ഛർദിച്ചു. ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോ ഡയപ്പർ അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര രക്തം. ദെൻ അമ്മ എടുത്തോണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പോണ വഴിക്ക് അമ്മയുടെ കൈയിൽ കിടന്നു ഈ കുട്ടി മരിച്ചു. ഇതാണ് ന്യൂസ്. ഒരു കസിൻ കൊണ്ടുപോയി പീഡിപ്പിക്കുമെന്ന് ആ അമ്മ വിചാരിച്ചിട്ടുണ്ടാവില്ല. ചില ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കിടന്ന് കുരയ്ക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ വസ്ത്രധാരണം ശരിയല്ലാത്തത് കൊണ്ടിട്ടാണ് റേപ്പ് ചെയ്യുന്നത്, പീഡിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ 18 മാസം പ്രായമായിട്ടുള്ള കുട്ടിയുടെ എന്ത് വസ്ത്രധാരണം ശരിയല്ലാഞ്ഞിട്ടാണ് അവൻ കൊണ്ട് പീഡിപ്പിച്ചത്? അല്ലെങ്കിൽ തന്നെ പീഡിപ്പിക്കാൻ വേണ്ടും ആ കുട്ടിക്ക് എന്താ ഉള്ളത്? അതൊരു പെണ്ണായിട്ട് ജനിച്ചു എന്നുള്ളതാണോ ആ കുട്ടി ചെയ്തിട്ടുള്ള തെറ്റ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ നിയമങ്ങളൊന്നും ശരിയല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 17 വയസ്സുകാരൻ അവനെ എന്താ ചെയ്യാ? അവനെ ജീവപര്യന്തം വിധിക്കുമായിരിക്കും. ഒരു 20 വർഷമൊക്കെ കഴിയുമ്പോ അവൻ പുറത്തിറങ്ങി സുഖമായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ വേറൊരു കുട്ടീനെ പീഡിപ്പിക്കും. ഇനി അതും അല്ലെങ്കിൽ ഇവന് വധശിക്ഷ കൊടുത്തു എന്ന് വെച്ചോ, ഇവന് ഒന്നില്ലെങ്കിൽ ജേണൽ ഹോം ആയിരിക്കും കൊടുക്കുക 17 വയസ്സായതുകൊണ്ട്. 18 വയസ്സ് കഴിഞ്ഞാലേ എനിക്ക് അറിഞ്ഞൂടാ, 18 വയസ്സ് കഴിഞ്ഞാലേ വധശിക്ഷയൊക്കെ കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോ കണ്ടതാണ്. ഇനി അങ്ങനെ കൊടുത്താലും അതൊരു സാധാരണ മരണമായി പോവും അവന് കിട്ടുന്നത്, വധശിക്ഷ പോലും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെയൊക്കെ പച്ചക്ക് സ്പോട്ടിൽ ഇവന്റെ ജനനേന്ദ്രിയം കട്ട് ചെയ്ത് മാറ്റണം. ആ വേദന എന്താണെന്ന് അവൻ അറിയണം. ആ കുട്ടി എന്തോരം സഹിച്ചിട്ടുണ്ടാവും, അതെന്തോരം വേദന തിന്നിട്ടുണ്ടാവും, അതൊക്കെ ഇവന്മാരും അറിയണം. ഇനി അതും അല്ലെങ്കിൽ ഈ കാട്ടിലും സൂലൊക്കെ വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന സിംഹവും പുലിയൊക്കെ ഉണ്ടല്ലോ, അവർക്കങ്ങാട് ഇട്ട് കൊടുത്തേക്കണം കൊല്ലാനായിട്ട്. അവര് കൊന്നു തിന്നോട്ടെ. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ എന്തിനാണ്? അമ്മ ഏതാണ്, കൊച്ചെന്താണ്, ഇവരൊക്കെ തിരിച്ചറിയാൻ പാടാത്തവന്മാരൊക്കെ മൃഗങ്ങളുടെ ഭക്ഷണമായിട്ട് അങ്ങോട്ട് കൊടുക്കണതാണ് ഏറ്റവും നല്ലത്. ഞാനൊക്കെ ആയിരുന്നു വെച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി. കൊച്ചിനോട് വരെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് 18 മാസം. പെണ്ണായിട്ട് ജനിച്ചതാണോ അത് ചെയ്ത തെറ്റ്? അതിന് എന്ത് വസ്ത്രം, ഇതാണ് അവന് പ്രലോഭനം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അവന് ഇത് തോന്നാനായിട്ട്? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പാകിസ്ഥാനിലല്ലേ നടന്നതെന്ന്. നമ്മുടെ കേരളവും ഇന്ത്യയും ഇതൊന്നും മോശമല്ല. ദിനം പ്രതി ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ കേട്ടുവരുന്നത്. ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്തോ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ തോന്നിയില്ല. കാരണം ഞാൻ FB തുറക്കുമ്പോ കാണുന്നത് ഈ വീഡിയോ ആണ്. അമ്മയുടെ കരച്ചിലും ആ കുട്ടിയുടെ കരച്ചിലും, ആ കുട്ടിയുടെ നല്ല സുന്ദരി ആ വാവേനെയും പിന്നെ ആ അമ്മയുടെ കരച്ചിലൊക്കെ കണ്ട് സത്യം പറയാലോ, നൊന്തു പ്രസവിച്ചിട്ടുള്ള ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി നമുക്ക് ആ കൊച്ചിനെ കാണുമ്പോഴും അമ്മയുടെ കരച്ചിലൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോവാ. ഇങ്ങനത്തെയൊക്കെ നരാധിപന്മാരുണ്ടല്ലോ എന്നാണ് ആലോചിച്ചു പോണത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.
താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് Yadulakshmi Abhilash signing off.